നമ്മളെല്ലാവരും വളരെ ഭയത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണിത്. ആശങ്കകൾ, ആകുലതകൾ, ഭയം, ഇതൊക്കെ പൊതുവെ മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കൊറോണ വൈറസിൻ്റെ ഈ കടന്നുകയറ്റം നമ്മുടെ സാധാരണ ജീവിതത്തെ മുഴുവനും ആകപ്പാടെ തകിടം മറിച്ചിരിക്കുകയാണ്. ഈ തരുണത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണോ? മനുഷ്യരുടെ പാപത്തിൻ്റെ ഫലമായി ദൈവം മനുഷ്യരെ ശിക്ഷിക്കുകയാണോ? ദൈവം ന്യായവിധി നടത്തുകയാണോ? അതോ ദൈവം ശുദ്ധീകരണം നടത്തുകയാണോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യർ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം എന്തു തന്നെ ആയിരുന്നാലും ഇന്നത്തെ ഈ അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: നമ്മുടെ ജീവിതത്തിൽ പലതിൻ്റെയും വില എന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നതിൻ്റെ വില എന്താണെന്നുള്ളത് ആരാധനാലയങ്ങൾ അടച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുമിച്ച് ഒരു ഔട്ടിങ് പോകുന്നതിൻ്റെ വില എന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുമിച്ച് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വില എന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ വില എന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പലതും നിഷേധിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ വില എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സാധിക്കാത്ത പലതിൻ്റെയും വില എന്താണെന്നുള്ളത് ഓർത്ത് പലപ്പോഴും നമ്മൾ പരിതപിക്കാറുമുണ്ട്. അത് ഓർത്ത് നമ്മളിങ്ങനെ ആകുലപ്പെടാറുമുണ്ട്. ഇന്ന് പൊതുവെ മനുഷ്യർ വല്ലാത്തൊരു ഭയത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ വൈറസുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. എപ്പോഴും മനുഷ്യരുടെ മനസ്സിലുള്ളൊരു ചിന്ത: ഇതെന്നെ ബാധിക്കുമോ? ഇതെപ്പോഴാണ് ബാധിക്കുന്നത്? ഞാൻ വെളിയിലോട്ടൊന്നിറങ്ങിയാൽ എന്നെ ബാധിക്കുമോ? അഥവാ ആരെയെങ്കിലും ഒന്ന് കണ്ട് നമ്മൾ സംസാരിച്ചാൽ ഉടനെ മനസ്സിൽ ഭയം ഉളവാകും: ആ ആളിൽ നിന്ന് എനിക്ക് ഈ വൈറസ് പിടിപെട്ടോ? ഇങ്ങനെയുള്ള പല ചിന്തകൾ നമ്മളെ ഒരുപാട് ഭയമുള്ളവരാക്കും. ഈ വൈറസിൻ്റെ കുടുംബാംഗങ്ങളെ ബാധിക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങളെ ബാധിക്കുമോ? എൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമോ? എല്ലാം തകിടം മറിക്കുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ ഒരുപാട് ഭയം നമ്മളിൽ ഉളവാക്കും. ഈ ഭയം മാത്രമല്ല, ഭയത്തിൽ നിന്ന് നമുക്ക് ആങ്സൈറ്റി, ആകുല ചിന്തകളും ഉണ്ടാകാറുണ്ട്. ഇത് ബാധിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതിൻ്റെ ചികിത്സ ഫലപ്രദമാകുമോ? സൗഖ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? ഇത് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പിന്നീടുള്ള എൻ്റെ ജീവിതം? ഇതെൻ്റെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കും? എൻ്റെ കുടുംബത്തെ എങ്ങനെയൊക്കെ ബാധിക്കും? എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കും? എൻ്റെ ജോലിയെ എങ്ങനെ ബാധിക്കും? ഇങ്ങനെ പല കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ആങ്ഷ്യസ് ആകാറുണ്ട്, ആകുലചിത്തരാകാറുണ്ട്. ചിത്തത വർദ്ധിച്ച് അത് പലപ്പോഴും നമ്മളിൽ ഒരുപാട് മാനസിക സംഘർഷം അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ സ്ട്രെസ് വളർത്തി കഴിയുമ്പോൾ അത് നമ്മളെ നിർജീവരാക്കുകയാണ്, നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ തന്നിട്ടുണ്ട്.
പ്രതിരോധിപ്പാനുള്ള വലിയൊരു ശക്തി നമ്മുടെ ശരീരത്തിനും മനസ്സിനുമുണ്ട്. എന്നാൽ നമ്മൾ ഭയം വർദ്ധിപ്പിക്കുമ്പോൾ, നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആകുമ്പോൾ, സ്ട്രെസ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നഷ്ടമാകുകയത്രേ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമില്ലാതെ ആകുലചിത്തരാകുമ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തും. അങ്ങനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പല രീതിയിലുള്ള വൈറസുകൾ നമ്മളെ ബാധിപ്പാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭയം, നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ സ്ട്രെസ്സ്, ഇതൊക്കെ നമ്മളെ കൂടുതൽ രോഗികളാക്കി തീർക്കുവാനായിട്ട് സാധ്യതയുള്ള അനുഭവങ്ങളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമാകുന്ന വലിയൊരു സംഗതി സോഷ്യൽ കോണ്ടാക്റ്റാണ്, മനുഷ്യരുമായിട്ടുള്ള ബന്ധം. അതാണല്ലോ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇപ്പോൾ നമ്മൾ പാലിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആളുകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് പരസ്പരം ഈ അണുക്കൾ ബാധിക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പക്ഷേ മാറാനായിട്ട് പോവുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യം പരസ്പരം മനുഷ്യൻ റിലേറ്റ് ചെയ്യണം, മനുഷ്യർ ബന്ധപ്പെടണം. ആ ഒരു കൂട്ടായ്മയിലൂടെയും ബന്ധപ്പെടലിലൂടെയുമാണ് മനുഷ്യൻ നിലനിൽക്കുന്നതും വളരുന്നതും. അപ്പോൾ ഈ ഡിസ്റ്റൻസിങ് നമ്മൾ പാലിച്ചു കഴിയുമ്പോൾ, കുറേ കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അടുക്കാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാകാം. ഈ കൊറോണ വൈറസിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പോലും വീണ്ടും നമുക്ക് മറ്റുള്ളവരുമായിട്ട് അടുക്കാനായിട്ടൊരു ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കും. നിവൃത്തിയുള്ളിടത്തോളം നമ്മൾ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും. നിവൃത്തിയുള്ളിടത്തോളം നമ്മൾ മറ്റു ഭവനങ്ങളിൽ വിസിറ്റിന് പോകത്തില്ല. ആരെങ്കിലും വന്നാൽ നമ്മൾ അവരെ സ്വീകരിക്കാനായിട്ട് മടി കാണിക്കും. കാരണം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറുകയാണ്. ഇത് ഇപ്പോൾ നമുക്ക് രോഗം വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗമാണെങ്കിലും ഇത് നമ്മുടെ ജീവിത ശൈലിയുടെ ഒരു മാർഗമായിട്ട് മാറിയാൽ നമുക്ക് നഷ്ടമാകുന്നത് ബന്ധങ്ങളായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ പോയാലും നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ ഇങ്ങനെ ഒന്ന് തുടയ്ക്കും. വീട്ടിലിരിക്കുമ്പോഴും വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങിയാലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ഈ സാനിറ്റൈസർ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം നിരന്തരമായിട്ട് ഈ കൈ ഇങ്ങനെ ശുചിയാക്കുന്ന ഈ ഒരു പ്രക്രിയ നമ്മൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ അറിയാതെ നമ്മുടെ ഒരു ഒബ്സഷനായിട്ട് ചിലപ്പം മാറാം. നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയ ഒരു ഒബ്സസീവ് ആക്റ്റായിട്ട് മാറാം. ഈ ഒബ്സഷൻ ചിലപ്പോൾ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നുള്ള ഒരു അവസ്ഥയിലേക്കും ചിലപ്പോൾ നമ്മളെ എത്തിക്കാനായിട്ട് സാധ്യതകൾ ഉണ്ടാകാം. ഇങ്ങനെ ആവർത്തിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒബ്സഷനായിട്ട് മാറുകയും ആ ഒബ്സഷൻ പിന്നീട് വിട്ടുമാറാനായിട്ട് പ്രയാസമുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാകണമെന്നൊന്നുമില്ല, എന്നാൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ചിലപ്പോൾ ഉണ്ടാകാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് മൊബൈൽ ഫോണ്, TV, കമ്പ്യൂട്ടർ, വീഡിയോ ഗെയിംസ്, ഇങ്ങനെയുള്ള വസ്തുക്കളാണ്. അപ്പം മറ്റൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ലല്ലോ. നമ്മൾ വീട്ടിലിരിക്കുന്നോടെ TV കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് നേരം, ഈ കൊറോണയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക.
അല്ലെങ്കിൽ പിന്നെ സിനിമ കാണുക, അല്ലെങ്കിൽ കുറച്ച് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ഇത് നിരന്തരമായിട്ട് നമ്മളങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഈ വസ്തുക്കളോടുള്ള ഒരു അഡിക്ഷൻ നമ്മളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ വസ്തുക്കളൊരു അഡിക്ഷൻ കുറച്ച് കഴിയുമ്പോൾ ഈ ടി വിയിൽ നിന്ന് നമുക്ക് മാറാനൊക്കാത്ത ഒരവസ്ഥ ചിലപ്പോൾ വരാം. ഈ മൊബൈൽ ഫോണിൽ നിന്ന് മാറാനൊക്കാത്ത ഒരവസ്ഥ വരാം. കാരണം ഇപ്പം നമ്മുടെ ഏക ആശ്രയം അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഒരു അഡിക്ഷനായി മാറാനുള്ള ചില അപകട സാധ്യതകളും ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ അഡിക്ഷൻസ് പലപ്പോഴും നമ്മളെ ഒരു ഡിപ്രഷനിലേക്ക് നയിക്കാം. ഡിപ്രഷൻ അഡിക്ഷനിലേക്ക് നയിക്കും. അഡിക്ഷൻ മൂലം ഡിപ്രഷനും ഉണ്ടാകും. ഈ കൊറോണയുടെ കാലഘട്ടം അതെന്നാ തീരുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ആ കാലഘട്ടം ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിപ്രസീവ് പേഷ്യൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. ഡിപ്രഷൻ. എത്ര പേരാണ് ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നതെന്നറിയാമോ? ആത്മഹത്യ ചെയ്യുന്നതെന്നറിയാമോ? കൊറോണ വൈറസ് വന്നതുകൊണ്ട് മാത്രമല്ല, ഈ ഭയത്തിൽ നിന്നും ആകുലതയിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് സൂയിസൈഡിലേക്ക് പോകുന്നുണ്ട്. അനേക ആളുകൾ ഇതിനോടകം സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു വൈഷമ്യമായിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത് നന്നായിരിക്കും. ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഞാനൊരു അഡിക്റ്റ് ആകാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഉദാഹരണം പറയുകയാണെന്നുവെങ്കിൽ ഈ കൊറോണയുടെ ന്യൂസ് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ ടി വിയിലൊക്കെ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിവൃത്തിയുള്ളിടത്തോളം ഒരു ദിവസം 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ കൊറോണ സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ കേൾക്കരുത്, കാണരുത്. മാക്സിമം ഒരു 2 പ്രാവശ്യമേ കാണാവൂ. കൂടെ കണ്ട് ഓരോ മിനിറ്റിലും എന്തോ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമില്ല. അതിൽ നമ്മുടെ അഡിക്ഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റു കാര്യങ്ങളിലേക്ക്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ. ചിലർക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ്, ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവ്, ചിലർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനായിട്ടുള്ള കഴിവ്, ഇങ്ങനെ പല ക്രിയേറ്റിവിറ്റി നമുക്കുണ്ട്. ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഈ ഗാഡ്ജറ്റ്സിനോടുള്ള നമ്മുടെ ആ ഒരു അഡിക്ഷൻ ഒരു പരിധിവരെ നമുക്ക് കുറച്ചുകൊണ്ട് വരുവാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതി, ജീവിത ശൈലികളൊക്കെ നമ്മൾ അത് ദോഷകരമായി തീരാതിരിപ്പാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാണ്. നമ്മുടെ മനസ്സ് തളർന്നു പോകാതെ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഈ തരുണത്തിൽ ഞാൻ ബൈബിളിൽ നിന്ന് ഓർക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം, ഇയ്യോബിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. അടിക്കടി പ്രതിസന്ധികൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടു. കഷ്ടതകൾ, ദുഃഖം, നഷ്ടം, വേർപാടുകൾ, പീഡകൾ, ഇങ്ങനെ അടിക്കടി നഷ്ടങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ ഇയ്യോബ് വളരെ അസ്വസ്ഥനാകുകയാണ്. ഇയ്യോബ് അസ്വസ്ഥനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇയ്യോബ് അസ്വസ്ഥനായപ്പോൾ ഇയ്യോബിനെ സഹായിപ്പാനായിട്ട് ഇയ്യോബിൻ്റെ 3 കൂട്ടുകാർ കൗൺസിലേഴ്സായിട്ട് അവിടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കൗൺസിലിംഗ് ഹെൽപ്പ് കൊടുക്കാനായിട്ട് ഈ 3 കൂട്ടുകാർ വന്ന് ഇയ്യോബിന് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ
ഇയ്യോബിൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് കൂടുതൽ വിഷമകരമായ അവസ്ഥയിലേക്ക് ഇയ്യോബ് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഉടനെ ഒന്ന് കൗൺസിലിങ്ങിന് പോകാനായിട്ട് ഉള്ള ഒരു ചിന്ത നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ കൗൺസിലിങ്ങിന് ആരുടെ അടുക്കൽ പോകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ട ഒരു സംഗതിയാണ്. ശരിയായ പരിശീലനം കിട്ടിയിട്ടുള്ളവരല്ല കൗൺസിലിംഗ് കൊടുക്കുന്നതെങ്കിൽ പഴയതിൽ നിന്നും കൂടുതൽ ബുദ്ധിമുട്ടിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമുക്ക് എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീരും. യോബിൻ്റെ 3 കൂട്ടുകാർ വന്ന് യോബിനെ നല്ല ഉദ്ദേശത്തോടെയാണ് കൗൺസിൽ ചെയ്യുന്നത്. പക്ഷെ നിവരിയിൽ അത് യോബിന് പ്രയോജനപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, യോബിൻ്റെ അവസ്ഥ പഴയതിൽ നിന്ന് കൂടുതൽ മോശമാകുന്നതായിട്ടാണ് കാണുന്നത്. തുടർന്ന് യോബ് ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്. യോബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ദൈവത്തിങ്കിൽ നിന്നൊരു ഉത്തരം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും യോബ് ചോദിക്കുന്നത്. അവൻ്റെ വിഷമത്തിൽ നിന്ന്, അവൻ്റെ കഷ്ടതയിൽ നിന്ന്, നൊമ്പരത്തിൽ നിന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഒരൊറ്റ ചോദ്യത്തിന് പോലും ദൈവം അവിടെ ഉത്തരം കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തോട് നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെ, ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ദൈവത്തിൻ്റെ നിശബ്ദതയാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവം നിശബ്ദനാകുമ്പോൾ നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആകും, നമ്മൾ വളരെ അസ്വസ്ഥരാകും. നമ്മുടെ ചോദ്യത്തിന് എന്താ ദൈവം ഉത്തരം തരാത്തത്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്താ ദൈവം ഉത്തരം തരാത്തത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഒടുവിൽ ചോദിച്ച് മടുത്ത് യോബ് തൻ്റെ ചോദ്യങ്ങൾ നിർത്തുന്നതായിട്ടാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. യോബിന് ഇനിയൊന്നും ചോദിക്കാനില്ല. യോബിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. തുടർന്ന് നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. യോബിൻ്റെ ചോദ്യങ്ങൾ എവിടെ തീർന്നോ, എപ്പോൾ നിർത്തിയോ, അപ്പോൾ ദൈവം യോബിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. യോബ് നിർത്തിയിടത്ത് ദൈവം തുടങ്ങുകയാണ്. യോബ് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉത്തരങ്ങളൊന്നുമില്ല. യോബിൻ്റെ ചോദ്യം നിർത്തിയപ്പോൾ ദൈവം യോബിനോട് സംസാരിക്കുന്നു. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരവൊന്നും കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ എപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിശബ്ദരാകുന്നോ, അപ്പോൾ ദൈവം ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു എന്ന് വരാം. യോബ് ഇവിടെ നിർത്തി. ദൈവം യോബിനോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവം സംസാരിച്ച് തുടങ്ങിയപ്പോൾ യോബ് ദൈവത്തോട് വലിയ ഒരു വാഗ്വാദം നടത്താനായിട്ട്, ഒരു ഡയലോഗ് നടത്താനായിട്ട് യോബ് തയ്യാറെടുക്കുകയാണ്. എന്നാൽ ദൈവം യോബിൻ്റെ കഷ്ടതയെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ ഒരക്ഷരം അവിടെ ദൈവം പറയുന്നില്ല. യോബിൻ്റെ പ്രയാസത്തെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ ഒന്നും ദൈവം അവിടെ പറയുന്നില്ല. അതിനു പകരം ദൈവം തിരിച്ചു കുറേ കാര്യങ്ങൾ യോബിനോട് ചോദിക്കുകയാണ്. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? മുട്ടാടുകളുടെ പ്രസവകാലം നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? മഹാനക്രത്തെ നിനക്ക് ചൂണ്ടയിട്ട് പിടിക്കാനായിട്ട് സാധിക്കുമോ? തിമിംഗലത്തെ നിനക്ക് നിയന്ത്രിപ്പാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് തിരിച്ച് യോബിനോട് ചോദിക്കുന്നത്. യോബിന് ഇതൊന്നും അല്ല അറിയേണ്ടത്. യോബിന് അറിയേണ്ടത് അവൻ്റെ കഷ്ടത എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് അവന് ഇതേ രീതിയിലുള്ള ഇന്നസെൻറ്റ് സഫറിങ്, നിരപരാധികൾ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ യോബ് ചോദിച്ചത്. പക്ഷേ അതിൽ നിന്നൊക്കെ അതുമായിട്ട് ഒരു ടച്ചുമില്ലാതെ കണ്ട് മറ്റു ചില ചോദ്യങ്ങളാണ് ദൈവം ഇങ്ങോട്ട് യോബിനോട് ചോദിക്കുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ? തൻ്റെ കഷ്ടതയിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന യോബിനെ
അവൻ്റെ ശ്രദ്ധയെ വേറെ ഒരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ ശ്രദ്ധയെ പ്രകൃതിയിലേക്കൊന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിലേക്ക് അവൻ്റെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവൻ്റെ ആ വിഷമത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ ഒന്ന് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രകൃതിയെക്കുറിച്ചും മറ്റു പല തലങ്ങളിലേക്കുമൊക്കെ ഇവൻ്റെ മനസ്സിനെ നയിച്ചു കഴിഞ്ഞപ്പോൾ അവനിൽ ഒരു ചെറിയ മാറ്റം വന്ന് തുടങ്ങുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യോബ് ചോദിച്ചിരുന്ന പല ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അവനെ വിഷമിപ്പിച്ച ഏറ്റവും വലിയൊരു ചോദ്യം, ഇന്നസെൻ്റ് സഫറിങ്, നിരപരാധികളായ ആളുകൾ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത്? അതാണ് അതിൻ്റെ പുറകിലുള്ള ചോദ്യം. നിരപരാധികൾ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത്? അതിൻ്റെ ഉത്തരം നേരിട്ടല്ലെങ്കിലും ദൈവത്തിൻ്റെ പല വിശദീകരണത്തിലൂടെ ഇയ്യോബിന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പ്രകൃതിയിൽ ഓരോ ജന്തുക്കളും അതിൻ്റെ ഇര തേടാറുണ്ട്. കഴുകൻ്റെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ആ കഴുകൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ആരാ കൊടുക്കേണ്ടത്? അതിനെ സൃഷ്ടിച്ച ദൈവം അല്ലേ കൊടുക്കണ്ടേ? കഴുകൻ്റെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണമെന്ന് പറയുന്നത് എന്താണ്? അത് ഒന്നിയിൽ എലിയോ പാമ്പും കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ ഒക്കെയാണ്. അപ്പോൾ ആ ജീവികൾ ആ അമ്മ പോയി അല്ലെങ്കിൽ അതിൻ്റെ തള്ളപ്പക്ഷി പോയിട്ട് ആ ജീവികളെ കൊണ്ടുവന്നാണ് ഇതിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. ആ ജീവികളൊക്കെ നിരപരാധികളല്ലേ? ആ ജീവികളൊക്കെ വളരെ ഇന്നസെൻ്റ് അല്ലേ? ആ ജീവികൾ മരിക്കാതെ എങ്ങനെയാണ് ഈ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്? ആ ഉദാഹരണത്തിലൂടെ ഇയ്യോബിന് വ്യക്തമാക്കുന്ന ഒരു സംഗതി, ഇന്നസെൻ്റ് സഫറിങ്, നിരപരാധികളുടെ കഷ്ടത എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ട് ഈ നിരപരാധികൾ കഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ ചോദിക്കും. നേരിട്ടൊരു ഉത്തരം നമുക്കതിനകത്ത് ലഭിക്കുകയില്ല. അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ ഇയ്യോബിനുണ്ടായ മറ്റൊരു സംശയമാണ്, ഈ പ്രകൃതിയിൽ എന്തുകൊണ്ടാണ് ഈ പാരഡോക്സ്, നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത പല സംഗതികൾ ഈ പ്രകൃതിയിൽ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇയ്യോബ് ചോദിച്ച ചോദ്യങ്ങളൊന്നാണത്. അവിടെ ദൈവം കൊടുക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ ഒട്ടകപ്പക്ഷിയെ നീ കണ്ടിട്ടുണ്ടല്ലോ. ഒട്ടകപ്പക്ഷി അതിൻ്റെ ചിറക് വിടർത്തി ഒന്ന് നിന്ന് ആ ചിറകിട്ട് അടിച്ചൊന്ന് നിൽക്കുമ്പോൾ ആ പക്ഷിയെ കണ്ടാൽ ഒരു രാജകീയ പ്രൗഢിയാണ് ആ പക്ഷിക്കുള്ളത്. ഇത്ര പ്രൗഢിയുള്ളൊരു പക്ഷി വേറെയില്ല. രാജകീയമായ പ്രൗഢിയാണ് ആ ചിറകിട്ട് അടിച്ച് നിൽക്കുമ്പോൾ അതിനുള്ളത്. അതിൻ്റെ വേഗമെന്ന് പറയുന്നത് കുതിരയെ തോൽപ്പിക്കുന്ന വേഗമാണ്, കുതിരക്കാരെ തോൽപ്പിക്കുന്ന വേഗമാണ്. എന്തുകൊണ്ടും വളരെ അധികമായിട്ട് അതിന് അഹങ്കരിപ്പാനോ അഭിമാനിക്കാനോ ഒക്കെയുള്ള ശക്തിയുള്ളതാണ്. അപ്പോൾ രാജകീയമായ പ്രൗഢിയുള്ള പക്ഷി, അതിവേഗമുള്ള പക്ഷി. പക്ഷേ ഈ പക്ഷിക്ക് വേണ്ട രീതിയിലുള്ള ബുദ്ധിയില്ല. അതിൻ്റെ കുഞ്ഞുങ്ങളെ അത് വേണ്ട രീതിയിൽ നോക്കുകയില്ല. മുട്ടയിട്ടതിന് ശേഷം ആ മുട്ട വിരിക്കാൻ ഒരു ശ്രമവും ഈ പക്ഷി നടത്തത്തില്ല. മണലിൻ്റെ ചൂട് കൊണ്ടാണ് ആ മുട്ട പിന്നീട് വിരിയുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങളോട് അത് ഇടപെടുന്നത് കണ്ടാൽ മറ്റു വല്ല ശത്രുക്കളോട് ഇടപെടുന്ന പോലെ അതിൻ്റെ കുഞ്ഞുങ്ങളോട് അത് ഇടപെടുന്നത്. എന്താ എന്ന് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വലിയ രാജകീയമായ പ്രൗഢിയുള്ള പക്ഷിയാണ്. പക്ഷെ എന്ന് വരികിൽ ബുദ്ധിയട്ട രീതിയിലാണ് അതിൻ്റെ കുഞ്ഞുങ്ങളോടും അതിടുന്ന മുട്ടയോടുമൊക്കെ അത് പ്രതികരിക്കുന്നത്. വൈ ദിസ് പാരഡോക്സ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയോ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ചില കാര്യങ്ങൾ പ്രകൃതിയിലുള്ളത്? ചിന്തിച്ച് നോക്കുക. ഇതുപോലെ ഇയ്യോബിനുണ്ടായിരുന്ന ഓരോരോ ചോദ്യങ്ങളും നേരിട്ടല്ലെങ്കിലും പ്രകൃതിയെ എടുത്ത് കാണിച്ച് മറ്റൊരു തലത്തിലേക്ക് ഇയ്യോബിനെ കൊണ്ടുപോയി ആവശ്യമായ ഉത്തരങ്ങൾ അവിടെ കൊടുക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്താണെന്നറിയാമോ? അവസാനം ഇയ്യോബ് ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചേരുക. പുതിയ തലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കഷ്ടതകൾ മാറിയെന്നോ അവൻ്റെ പ്രയാസങ്ങൾ മാറിയെന്നോ അവൻ്റെ വിഷമങ്ങൾ മാറിയെന്നോ ഉള്ള അർത്ഥത്തിലല്ല. അവൻ വേറെ ഒരു തലത്തിലേക്ക്, മാനസികമായും ആത്മീയമായും വേറെ ഒരു തലത്തിലേക്ക് അവൻ എത്തിച്ചേരുക. അതായത്
ജീവിത അനുഭവത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ നിന്ന് കാണുവാനുള്ള ഒരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേർന്നു. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ചെവി കൊണ്ട് മാത്രമേ അവനെക്കുറിച്ച് കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ നേരിട്ട് കാണും എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അനുഭവത്തിൽ എൻ്റെ ദൈവത്തെ ഞാനിപ്പോൾ ദർശിക്കുന്നു. ഈ ഒരു വലിയ അവസ്ഥയിലേക്ക് ഇയ്യോബിനെ മാറ്റുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇയ്യോബ് ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചു, അതിനൊരു റീഫ്രെയിമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇയ്യോബ് ഒരു പുതിയ റീഫ്രെയിമിംഗ് അവിടെ നടത്തിയാണ്. ആ റീഫ്രെയിമിങ്ങിൻ്റെ തലത്തിലേക്ക് ഇയ്യോബ് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇയ്യോബ് എന്താ ചെയ്യുന്നതെന്നറിയാവോ? തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാണാൻ ശ്രമിക്കുകയല്ല ഇയ്യോബ് ചെയ്യുന്നത്. തൻ്റെ കഷ്ടതയിലൂടെ ദൈവത്തെ കാണാൻ ശ്രമിക്കുകയല്ല, തൻ്റെ പ്രയാസത്തിലൂടെ ദൈവത്തെ കാണാൻ ശ്രമിക്കുകയല്ല. പിന്നെയോ ദൈവത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തോടുകൂടെ നിന്നുകൊണ്ട് തൻ്റെ ജീവിത അനുഭവത്തെ കാണാനായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഇതാണ് പുതിയൊരു തലമെന്ന് പറയുന്നത്, പുതിയൊരു അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൊറോണ വൈറസിൻ്റെ വ്യാപനം ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, അതിലൂടെയൊക്കെ നമ്മൾ ദൈവത്തെ കാണാനൊക്കെ ശ്രമിക്കും. എന്നാൽ ഇയ്യോബ് എത്തിച്ചേർന്ന ഒരവസ്ഥ, ദൈവത്തിൽ നിന്നുകൊണ്ട് ഈ അവസ്ഥകളെ കാണുക, എൻ്റെ അനുഭവങ്ങളെ കാണുക, എൻ്റെ ജീവിതത്തെ കാണുക. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ ഉൾക്കാഴ്ച മാറും. ദൈവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ വസ്തുതകളെ കാണുമ്പോൾ, ദൈവത്തോടു കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഓരോ വസ്തുതകളെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മാറ്റമുണ്ടാകും, നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകും, നമ്മുടെ ലക്ഷ്യത്തിൽ മാറ്റമുണ്ടാകും. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണോ? ദൈവം ശുദ്ധീകരിക്കുകയാണോ? ദൈവം ന്യായവിധിക്കുകയാണോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മനുഷ്യന് ഉയർത്തുന്നത് വളരെ ന്യായമായ ചോദ്യങ്ങളാണ്. എന്നാൽ അതിനപ്പുറമായി ദൈവത്തോടു കൂടെ നിന്നുകൊണ്ട് ഈ അനുഭവങ്ങളെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, നമ്മുടെ പരിധിക്കപ്പുറമായ ചില സംഗതികളുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്നതിലും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാവുന്നതിലും അതീതമായ പല സംഗതികളുണ്ട്. ചിലയിടത്ത് നമ്മൾ നിസ്സഹായരാണ്, നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അനുഭവങ്ങളെ കാണാം, വസ്തുതകളെ കാണാം. അതൊരു പുതിയ തലത്തിലേക്ക്, പുതിയ അർത്ഥത്തിലേക്ക് നമ്മെ എത്തിക്കും. അതിന് ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.